على رسوله الأمين نبينا محمد وعلى آله وأصحابه أجمعين أما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. ക്ലിയർ അല്ലേ വോയിസ്? വ്യക്തല്ലേ? അയ്യോ ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ കഴിഞ്ഞ ദർസിൽ 8 അസ്ലുകളാണ് അല്ലെങ്കിൽ 8 അടിസ്ഥാനങ്ങളാണ് എന്ത് ചെയ്തത്, വായിച്ചത്. 8 അടിസ്ഥാനങ്ങളായിരുന്നു വായിച്ചത്. അൽഹംദുലില്ലാഹ് 8 എണ്ണവും നമ്മൾ കൊണ്ട് വിശദീകരിച്ചു. ഷെയ്ഖ് എന്താണ് പറഞ്ഞത് എന്നൊക്കെ ഉള്ളത് നമ്മൾ വിശദീകരിച്ചു. ഇനി 9-ാമത്തേത് അൽ-അസ്ലു സാബിഅ. 9-ാമത്തല്ല, നമ്മൾ എത്ര എണ്ണം വിശദീകരിച്ചത്? 6 എണ്ണാണ്. 6 എണ്ണാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി 7-ാമത്തേതാണ് വായിക്കേണ്ടത്. ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 6 എണ്ണാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി 7-ാമത്തേതാണ്. തയ്യിബ്. ഷെയ്ഖ് പറയാണ് അഷ്ഫഖത്തു ബൈന സൗജൈൻ അൽ-അസ്ലു സാബിഅ. 7-ാമത്തെ അടിസ്ഥാനം അഷ്ഫഖത്തു ബൈന സൗജൈൻ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനുകമ്പ ഉണ്ടാകണം. എന്താണ് അനുകമ്പ എന്ന് പറഞ്ഞാല്, ഭാര്യക്ക് താങ്ങുന്ന കാര്യങ്ങൾ ഭർത്താവ് ഏൽപ്പിക്കണം. അതുപോലെ തന്നെ നേരെ തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കണം. ഭർത്താവിന് താങ്ങുന്ന കാര്യമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഭാര്യയെയും അവരോട് ഏൽപ്പിക്കേണ്ടത്. അതിൽ മുന്നേ അർഷദ് എന്തോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? അത് കേൾക്കുന്നുണ്ടോ? എന്താ ചെയ്യേണ്ടത്? അവസാനം നമുക്കെന്നാ എന്താണ്? ഞാൻ വായിക്കാം, പക്ഷെ എന്റെ സൗണ്ട് ക്ലിയർ ആണോ എന്ന് ചോദിച്ചതാണ്. ഇപ്പൊ കേൾക്കാം. ഓക്കെ, കേൾക്കുന്നുണ്ട്. ചോദ്യമായിരുന്നു, ശിർക്കും ബിദ്അത്തും ചെയ്യുന്ന ആളുകളോട് നമ്മുടെ മനസ്സിൽ വിനയം വരേണ്ടതുണ്ടോന്ന്. കഴിഞ്ഞ ദർസിൽ വിനയത്തിനെ കുറിച്ചാണ് ഉസ്താദ് സംസാരിച്ചിരുന്നത്. ആദ്യത്തെ ചോദ്യം. അർഷന്റെ വോയിസ് ചെറിയൊരു സ്റ്റക്ക് ഉണ്ട്, എന്നാലും മനസ്സിലായി. അഥവാ ശിർക്കും ബിദ്അത്തും ചെയ്യുന്ന ആൾക്കാരോട് വിനയം കാണിക്കണം എന്നുള്ളതാണ് ചോദ്യം അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു നമ്മളെല്ലാവരോടും വിനയുള്ള ആളുകളായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാൾക്ക് വന്ന സംശയമാണ്, അപ്പോ ബിദ്അത്ത് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരോട് വിനയം കാണിക്കണമെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിദ്അത്ത് ശിർക്ക് ചെയ്യുന്ന ആൾക്കാരോടുള്ള അടിസ്ഥാനം എന്താണ്? ബറാഅത്താണ്. അഥവാ അവരോട് എന്താണ്, ബന്ധവിച്ഛേദനാണ് ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ അവർ ഹജർ ചെയ്യപ്പെടണം. എന്താ ഹജർ എന്ന് വെച്ചാല്, അവരോട് അവരുടെ ഓരോ ആൾക്കാരുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവരോടുള്ള മുആമലത്ത്, അവരോടുള്ള ഇടപാടുകളിൽ നമുക്ക് എന്തുണ്ടാകണം? വിദൂരമായിരിക്കണം നമ്മൾ അവരുമായിട്ട്. അത് നമ്മൾ അഹ്ലുസുന്നന്റെ വിശ്വാസമാണത്. വിദ്യാർത്ഥികാരനാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അവരോട് പിന്നെ എന്ത് പാടില്ല? കൂടുതലായിട്ടുള്ള ബന്ധമോ അവരോട് കൂടെ ഇരിക്കലോ ഒന്നും പാടില്ലാത്ത കാര്യമാണ്. ഇത് നമ്മൾ ഒരിക്കലും എന്തല്ല, പൊതുവെ പറയുന്ന വിഷയങ്ങൾ എന്തായിരിക്കും, അതിൽ ഒഴിവുകൾ ഉണ്ടാകും. ഇസ്തിസ്നാ എന്ന് പറയും, ഒഴിവുകൾ ഉണ്ടാകും. ഇപ്പം ഉദാഹരണത്തിനാണെങ്കിൽ ഞാനിവിടെ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചെന്താണ്, ഒരു മുസ്ലിമായ വ്യക്തിയോടുള്ള വിഷയമാണ്. അല്ലാതെ ബിദ്അത്തുകാരോടും ശിർക്ക് ചെയ്യുന്ന ആൾക്കാരോടും വിനയം കാണിക്കുക എന്നുള്ളത് ഒരിക്കലും അഹ്ലുസുന്നന്റെ ശരിയായ രീതിയല്ല. മറിച്ച് ഒരു മുസ്ലിമായ വ്യക്തി, നല്ല മുസ്ലിമായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ വിഷയത്തിലുള്ള കാര്യമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞത്. ബിദ്അത്ത് ചെയ്യുന്ന ആളുകളോട് നമ്മൾ എന്തായിരിക്കണം നിലപാട്? അവരോട് നമ്മൾ നല്ല ശുദ്ധത്തിൽ തന്നെ നിൽക്കണം. ബാറക്കല്ലാഹു ഫീക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് ചോദ്യം കൂടിയുണ്ട്. ഇതിന്റെ ബാക്കി തന്നെയാണ്. നമ്മൾ അർഷദ് വായിക്കുന്നത് വ്യക്തമാകുന്നില്ല.
ഫുള്ള് കട്ടായി പോകുന്നുണ്ട്. അല്ല, കട്ടായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? നമുക്കൊരു കാര്യം ചെയ്യാം, ദർസിന്റെ അവസാനത്തേക്ക് വായിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ സമയം വെറുതെ കളയണ്ടല്ലോ. ഇൻഷാ അല്ലാഹ്. സൗണ്ട് ക്ലിയർ കുറവുണ്ട്. നമുക്ക് ദർസിൽ കിടക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനുകമ്പ ഉണ്ടാണെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞിരുന്നു, സന്തുഷ്ടമായ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനുകമ്പ ഉണ്ടാകണം. കാരണം ദാമ്പത്യ ജീവിതം എന്നുള്ളത് നിലകൊള്ളുന്നത് തന്നെ മവദ്ദത്തും റഹ്മത്തും ആയിട്ടാണ്. അഥവാ നമ്മൾ ദർസിന്റെ ഒന്നാമതായിട്ട് പറഞ്ഞിരുന്നു, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എന്താണ് ഉണ്ടാവുക? മവദ്ദത്താണ്. നമ്മൾ അവരുടെ തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും നമ്മളെ കണ്ണിൽ കാണാൻ പറ്റൂല. കാരണം ആദ്യത്തെ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ എന്തായിരിക്കും? നല്ല രൂപത്തിലുള്ള ജീവിതമായിരിക്കും. പിന്നീട് നമുക്ക് അവരുടെ ന്യൂനതകളും കാര്യങ്ങളും മനസ്സിലാവുമ്പോൾ നമ്മളവിടെ കാണിക്കേണ്ട എന്താണ്? കരുണയാണ്, അനുകമ്പയാണ്. ഇങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എല്ലാ മേഖലയിലും ആരാണ് മാതൃക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ മേഖലയിലുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം, അവരുടെ ഭാര്യമാരുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാരോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നുള്ളത് നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രയിലായിരിക്കെ എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിടുത്തെ ഗുലാം എന്ന് പറഞ്ഞാൽ റസൂലിന് സേവനം ചെയ്യുന്ന ആളുണ്ടായിരുന്നു. അൻജഷ എന്നാണ് പേര്, അൻജഷ. അപ്പോ ആ ഗുലാമാണ് അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന ആളാണ് എന്ത് ചെയ്തത്? ഒട്ടകപ്പുറത്തുണ്ടായിരുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആരുണ്ട്? ഭാര്യയുമുണ്ട്. അപ്പോ ആ ഒട്ടകത്തിനെ ഒന്ന് വിരട്ടിയപ്പോ അതിനോട് ശബ്ദമുണ്ടാക്കി ഒന്ന് വേഗത്തിൽ നടക്കാൻ പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈഹക യാ അൻജഷ റുവൈദക്, അല്ലയോ അൻജഷ, നീ ഒന്ന് പതുക്കെ വണ്ടി അല്ലെങ്കിൽ പതുക്കെ എന്ത് ചെയ്, ഒന്ന് വാഹന മൃഗത്തെ ഓടിക്ക്. റുവൈദക ബിൽ ഖവാരീർ, എന്ത് ചെയ്യുക? ഖവാരീറിന്റെ വിഷയത്തിൽ നീ സാവകാശം കാണിക്കുക. ഖവാരീർ എന്നുകൊണ്ടുള്ള ഉദ്ദേശം ഇവിടെ ഭാര്യയാണ് ഉദ്ദേശം. പക്ഷെ ഖവാരീർ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മളെ ഗ്ലാസിന്റെ ബോട്ടിൽ ഉണ്ടല്ലോ, ഗ്ലാസിന്റെ ബോട്ടിലാണ് ഖവാരീർ എന്ന് പറയാം. അഥവാ അത് നിലത്ത് വീണ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനമാണ്. അപ്പോ ഇമാം നവവി റഹിമഹുല്ലാഹി ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അൽ മുറാദു ബിഹി അർരിഫ്ഖു ഫിശ്ശൈർ ലിഅന്ന അൽ ഇബ്ല ഇദാ സമിഅത്തിൽ ഹുദാഅ അസ്റഅത് ഫിൽ മശി. അഥവാ എന്താണ് ഇവിടെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ യാത്ര ചെയ്യേണ്ടത്? ഭാര്യമാരെയും കൂട്ടി പോകുമ്പോൾ സാവകാശമാണ്. കാരണം ലിഅന്ന നിസാഅ യളഉഫ്ന ഇൻദ ശിദ്ദത്തിൽ ഹറക, ധാരാളമായി ഈ ഹറക്കത്തുകൾ ചലനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പൊ വാഹനമൃഗത്തിന്റെ മുകളിലാണുള്ളത് എങ്കിൽ അത് സ്ത്രീകൾക്ക് ദുർബലത ഉണ്ടാക്കും. പൊതുവെ അറിയപ്പെട്ട കാര്യമാണ്. യാത്ര ചെയ്യുമ്പോൾ ഓവറായിട്ട് കുലുക്കങ്ങളും അനക്കങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്? അവര് തളർച്ച സംഭവിക്കും. വയുഖാഫു ളററുഹുന്ന വസുഖൂതുഹുൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവരുടെ വിഷയത്തിൽ ഭയപ്പെട്ടു. അഥവാ അവർക്ക് പ്രയാസമുണ്ടാകുമോ, അവരാ ഒട്ടകമൃഗത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുമോ എന്ന് ഭയന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ ഒന്ന് പതുക്കെ വാഹന മൃഗത്തെ ഓടിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുകമ്പ നോക്ക് ഭാര്യമാരോടുള്ളത്. അഥവാ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഭയന്നിരുന്നു. എത്ര മനോഹരമായ ഹദീസാണിത്. അപ്പോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനുകമ്പ ഉണ്ടാകും. നമ്മുടെ ഭാര്യമാർക്ക് എന്തെങ്കിലും സംഭവിക്കും എന്ന് ഭയന്ന് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ നൽകണം. ഇവിടെ നോക്ക്, ഒരു യാത്ര മധ്യയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം പറയുന്നത്. അപ്പോ നമ്മൾ ആ വിഷയത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കണം. ഭാര്യയായാലും ഭർത്താക്കന്മാരായാലും ഇത് രണ്ടാൾക്കുമാണ്. ഇതിൽ എന്താണ് അഷ്ഫഖത്തു ബൈന സൗജി എന്ന് പറഞ്ഞത്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തുണ്ടാകണം? അനുകമ്പ ഉണ്ടാകണം. ചില ഭർത്താക്കന്മാരെന്ത് ചെയ്യും? ഭാര്യമാരുടെ വിഷയത്തിൽ ഒരു അനുകമ്പ ഉണ്ടാവില്ല. അവർക്ക് പ്രയാസമുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ, അവരുടെ ഹാലെന്താണ് എന്നൊന്നും പരിഗണിക്കാതെ അവരോട് വളരെ മോശമായി പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചില സന്ദർഭങ്ങളിൽ എന്താണ്, പിന്നെ ഭാര്യമാർക്ക് അവരുടെ അവസ്ഥകൾ മാറി പറയുന്ന സമയങ്ങളുണ്ട്. അത് നമ്മൾ പരിഗണിക്കണം.
ആ അവസ്ഥ നമ്മൾ പരിഗണിക്കണം. ഇപ്പൊ പ്രത്യേകിച്ച് അവര് കുറച്ചുകൂടി ദുർബലരായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ അവർക്ക് പോയിട്ട് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ആ സന്ദർഭത്തിൽ നമുക്കറിയുന്നതാണ്, നമ്മളെല്ലാവരും അത് അനുഭവിക്കുന്ന ആളുകളായിരിക്കും, അനുഭവിച്ചറിയുന്ന ആളുകളായിരിക്കും. അവർക്ക് പ്രയാസം ഉണ്ടാകും, അവർക്ക് എന്താണ് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് പറ്റുമെങ്കിൽ, സാധിക്കുമെങ്കിൽ. ഇനി നമുക്കത് പറ്റുന്നില്ല, അറിയാത്ത പണിയാണെങ്കിൽ, വെറുതെ ഉണ്ടാക്കിയിട്ട് വായിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥ ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, അവരുടെ കാലൊന്ന് തടവി കൊടുക്കുക. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെയ്യുന്ന എല്ലാ നന്മ കാര്യങ്ങളും അത് ഇബാദത്താണ്. നമ്മളെ മനസ്സിൽ ഈ നിയ്യത്ത് ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ മനസ്സിൽ ഈ നിയ്യത്ത് ഉണ്ടാക്കിയെടുക്കുക. ഇതൊരു ഇബാദത്താണ്. നമുക്ക് മിനിറ്റിനനുസരിച്ച്, ഓരോ മിനിറ്റിനും സെക്കൻഡിനനുസരിച്ച് നമ്മൾ ഭാര്യമാരോട് ചെലവഴിക്കുന്ന സമയം നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. ഇതിൽ കല്യാണം കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, പരിശ്രമിക്കുക, ശ്രദ്ധിക്കുക. കാരണം എന്താ, ഇത് ഓരോ സെക്കൻഡിൽ നമ്മൾ ഇബാദത്തിലാണുള്ളത്. നമ്മൾ ഭാര്യമാരുമായിട്ട് ചെലവഴിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇബാദത്താണ്. അപ്പൊ ആ ഇബാദത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ കൂലി ഉണ്ടാക്കാൻ നോക്കുക. പറഞ്ഞതുപോലെ അവർക്ക് പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ, അവർക്ക് സാധിക്കാത്ത സമയങ്ങൾ വരുമ്പോൾ നമ്മൾ താങ്ങും തണലായിട്ട് അവർക്ക് ഉണ്ടാവണം. കാരണം നമ്മൾ അവരുടെ ഉപ്പയും ഉമ്മയും ഏറ്റവും നല്ല രൂപത്തിലാണ് നമ്മളെ ഏൽപ്പിച്ചത്. ഏറ്റവും നല്ല രൂപത്തിലാണ് എന്ത് ചെയ്തത്, നമ്മളെ ഏൽപ്പിച്ചത്. അപ്പോ അവരുടെ ഉമ്മയും ഉപ്പയും 24, 25 വർഷം അല്ലെങ്കിൽ 23, 22 വർഷം ഏറ്റവും നല്ല രൂപത്തിൽ പരിപാലിച്ചുകൊണ്ടാണ് നമ്മൾ ഏൽപ്പിക്കുന്നത് ഈ ഭാര്യമാരെ അല്ലെങ്കിൽ അവരുടെ മക്കളെ. അപ്പൊ നമ്മൾ ഏറ്റവും മോശം ശരിക്കും മനസ്സിലാക്കാം, യഥാർത്ഥത്തിൽ മനസ്സിലാക്കാം. നമുക്കൊരു പെങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു മകളുണ്ട്. ആ മകളെ നമ്മൾ ഇങ്ങനെ വളർത്താം. ഇതിൽ മക്കളുള്ള ആളുകളുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, അവർക്കൊരു പ്രയാസം ഉണ്ടാകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റൂല. അവരൊന്ന് വേദനിക്കുന്നത് നമുക്ക് സുബ്ഹാനല്ലാഹ്. ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം പറയാം. ഇപ്പൊ എന്റെ മകന് 4 മാസമാണ്. ഞാൻ ഒരിക്കലും എന്റെ കഥ പറയാ എന്നുള്ളത് അല്ലെങ്കിൽ എന്റെ വീട്ടിലെ കഥ കേൾക്കാന്നുള്ള നിലക്ക് പറയുന്നല്ല, വല്ലാഹി അല്ല, ഒരു ഉപകാരം ഉണ്ടാവുമെന്ന് വിചാരിച്ച് പറയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്താണ്, എന്റെ മകന് 4 മാസമാണ്. അപ്പോ എന്റെ വൈഫ് എന്ത് ചെയ്തു, മിക്സി ഓണാക്കി. ആ ഓണാക്കിയ സമയത്ത് ഇവന് പേടിച്ചിട്ടൊരു ഞെട്ടൽ കെട്ടി എന്റെ മോന്, ആ മിക്സിന്റെ ശബ്ദം കേട്ടിട്ട്. അപ്പൊ ആ സമയത്ത് എനിക്കുണ്ടായ ഒരു പ്രയാസമുണ്ട്. ആ കുട്ടി എന്റെ കണ്ണ് അഥവാ കിടക്കയിലാണ് കുട്ടിയുള്ളത്, ഞാൻ അവനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവള് ഭാര്യ എന്ത് ചെയ്യാണ്, അടുക്കളയിൽ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മിക്സി ഓണാക്കിയപ്പോ പെട്ടെന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഞെട്ടി പറിച്ച്. അപ്പൊ എനിക്ക് ഭയങ്കര പ്രയാസമായി. ഞാൻ അവനെ പെട്ടെന്ന് എടുത്തിട്ട് ഭാര്യനോട് കാര്യം പറഞ്ഞു. അപ്പൊ ഭാര്യ പറഞ്ഞപ്പോ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഗസയിലെ കുട്ടികളെ അവസ്ഥ ആലോചിച്ച് നോക്കുന്ന പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. കേട്ടപ്പോ ശരിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസമായി പോയി. അത് പറഞ്ഞത് കാര്യമാണ്. ഒരു മിക്സി ഓണാക്കിയ സമയത്ത് എന്റെ കുട്ടി ഇത്ര പേടിച്ചിട്ടുണ്ടെങ്കിൽ ഗസയിലുള്ള നമ്മളെ സഹോദരന്മാർ, നമ്മളെ കുട്ടികൾ, നമ്മളെ മക്കൾ, നമ്മളെ സഹോദരന്മാർ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ചുരുക്കി പറഞ്ഞു വന്നത്, നമ്മള് സാന്ദർഭികമായി പറയാം, നമ്മളെ സഹോദരന്മാർക്ക് വേണ്ടി ഇപ്പോൾ ദുആ ചെയ്യണം. അത് നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളെ ഗസയിലെ നമ്മൾ പ്രയാസം അനുഭവപ്പെടുന്ന നമ്മളെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ദുആ ചെയ്യണം. ചുരുക്കി പറഞ്ഞ എന്താണ്, ഇങ്ങനെ ഈ ഒരു ചെറിയ വിഷയത്തിൽ പോലും ഒരു ഉപ്പ എന്ന നിലക്ക് മക്കൾ പ്രയാസപ്പെടുന്നത് തീരെ ഇഷ്ടപ്പെടൂല, അല്ലെങ്കിൽ അവർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ്. അത് മക്കളായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ പറഞ്ഞു വന്നത്, അങ്ങനെ പോറ്റി വളർത്തി നമ്മളെ ഏൽപ്പിക്കുന്ന അവരുടെ സന്തതികളുടെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഒരു കാരണവശാലും നമ്മളെ ഭാഗത്തു നിന്ന് ഒരു കുറവോ ഒരു പോരായ്മയോ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. കാരണം ഈ പറഞ്ഞതുപോലെ അവര് പൊന്നുപോലെ നോക്കുന്നതാണ്. അപ്പൊ അവരുടെ വിഷയത്തിൽ ഒരു കാരണവശാലും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃക. റസൂലിന്റെ അനുകമ്പ നോക്ക്, പതുക്കെ അവർക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ള രൂപത്തിൽ പറയണം. മറ്റൊരു സംഭവം നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ വന്നു നിന്നുകൊണ്ട് എന്ത് ചെയ്തു, റസൂലിന്റെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി ആരംഭിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി ആരംഭിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഭാര്യനോട് പറഞ്ഞു, ഇൽതജിഇ ഇൻ ശിഅ്തി, നീ എന്ത് ചെയ്യണം, നിനക്ക് സാധിക്കുമെങ്കിൽ നീ പോയി കിടന്നുറങ്ങിക്കോ. ഫഖാലത് ഇന്നി അജിദു നശാത,
അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്കതിന്റെ ഉണർവുണ്ട്, ഞാൻ എന്ത് ചെയ്തോളാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചോളാം, എനിക്ക് പ്രയാസമൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്തോളും, നിസ്കരിച്ചോളാം റസൂൽ എന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു, ഇന്നകി ലസ്തി കമിസ്ലി, നീ ഒരിക്കലും എന്നെ പോലെയല്ല, നീ ഒരിക്കലും എന്നെ പോലെയല്ല, ഇന്നി ജുഇല ഖുർറത്തു ഐനി ഫിസ് സ്വലാ, കാരണം എനിക്ക് എന്റെ കൺകുളിർമ ഏത് വിഷയത്തിലാണ്, എന്റെ കൺകുളിർമ നിസ്കാരത്തിന്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല, തളർച്ച ഉണ്ടാവില്ല, എനിക്ക് തളർച്ച അനുഭവപ്പെട്ടേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഇടപെടൽ നോക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ വിഷയത്തിൽ ഇങ്ങനെയായിരുന്നു. അവർ പ്രയാസപ്പെടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. എങ്ങനെ അങ്ങനെ ആകാതിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ മീസാഖുൻ ഖലീദ, ഇത് ബലവത്തായ ഒരു കരാറാണ്. ആ കരാറിൽ നമ്മളെ ഭാഗത്ത് നിന്ന്, ഭർത്താക്കന്മാരായ നമ്മളെ ഭാഗത്ത് നിന്ന് ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മളിപ്പോ ആലോചിച്ച് നോക്ക്, നിസ്കാരത്തിന്റെ വിഷയം, 5 വക്ത് നിസ്കാരത്തിന്റെ വിഷയം നമ്മൾ എത്ര കണ്ട് ശ്രദ്ധ പുലർത്തുന്നുണ്ട്. നോമ്പിന്റെ വിഷയം, ഒരു മാസം നമ്മൾ നോമ്പ് നോക്കുന്ന വിഷയത്തിൽ എത്ര ശ്രദ്ധ പുലർത്താറുണ്ട്. സക്കാത്തിന്റെ വിഷയം, അതിലും അങ്ങനെ തന്നെ. പക്ഷെ നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ എന്തുകൊണ്ട് നമ്മൾ ഈ ശ്രദ്ധ കാണിക്കുന്നില്ല? വല്ലാഹി സുമ്മത്തല്ലാഹ്, ഇതുപോലെ തന്നെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് ഈ ജീവിതം എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹ് പറയാണ് മീസാഖുൻ ഖലീദ, ഇത് ബലവത്തായ ഒരു കരാറാണെന്ന് അള്ളാഹ് പറയുന്നത്. അപ്പൊ നമ്മളത് നിസാരവൽക്കരിച്ചുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി നോക്ക്, ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ മറ്റൊരു സ്ത്രീ സൗദ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് പറഞ്ഞു? എനിക്ക്, അല്ലെങ്കിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയണ, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, തവാഫ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അവിടെ ധാരാളം ആളുകൾ എന്തുണ്ട്, ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റസൂലിന്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, റസൂൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, നടന്നുകൊണ്ട് തവാഫ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറയാണ്, നീ എന്ത് ചെയ്തോ, വാഹന മൃഗത്തിൽ ഏറിക്കൊണ്ട് തവാഫ് ചെയ്തു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. നോക്ക്, റസൂൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഇങ്ങനെ ചെയ്തേ പറ്റൂ, ഇത് എന്റെ വാക്ക, ഞാനാണ് ഭർത്താവ്, അർറിജാലു ഖവ്വാമൂന അലൻ നിസാ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ആണുങ്ങൾക്കാണ് സ്ത്രീകളുടെ മുകളിൽ ആധിപത്യം എന്ന് പറഞ്ഞ് റസൂൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവരുടെ വാക്കുകൾ പരിഗണിക്കാതെ നിൽക്കുന്നില്ല. നോക്കൂ സഹോദരങ്ങളെ. എന്നിട്ട് അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഷെയ്ഖ് കൊടുക്കുകയാണ്. എന്താണത്? അവിടുന്ന് പറയാണ്, ഇദാ അറാദല്ലാഹു സുബ്ഹാനഹു വ തആല ബിഅഹ്ലി ബൈത്തിൻ ഖൈറാ അദ്ഖല അലൈഹിമുർ റിഫ്ഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വീട്ടിൽ അല്ലെങ്കിൽ വീട്ടുകാർക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്കിടയിൽ കാരുണ്യം എന്തുണ്ടാക്കും? നിക്ഷേപിക്കും, അല്ലെങ്കിൽ കാരുണ്യം അവർക്ക് ഇടയിൽ പ്രവേശിപ്പിക്കും എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കാം, നമ്മൾ വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഭാര്യമാരായിട്ടുള്ള പെരുമാറ്റത്തിൽ പറ്റ അബദ്ധാണ്, ചൂടാവുകയാണ്, അടിച്ചു പിരിയാണ്, അല്ലെങ്കിൽ പ്ലേറ്റ് എടുത്ത് ചാടുകയാണ്, എറിയാണ്, ഗ്ലാസ് എടുത്ത് പൊട്ടിക്കാണ്, ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ വീട്ടിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ വീട്ടിൽ ഏത് വിഷയത്തിലും വിശാലതയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ, താമസിക്കുന്നത് 2 മുറിയുള്ള വീട്ടിലാണെങ്കിൽ കൂടി നമ്മൾ വിഷയത്തിൽ വിശാലത ഉണ്ട് എങ്കിൽ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ ഹദീസിൽ എന്താ പറഞ്ഞത്? ഇദാ അറാദല്ലാഹു ബിഅഹ്ലി ബൈത്തിൻ ഖൈറൻ അദ്ഖല അലൈഹിമുർ റിഫ്ഖ്. ഒരു വീട്ടുകാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ഉദ്ദേശിച്ചിട്ടുണ്ട്, ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിടയിൽ എന്തുണ്ടാകും? കാരുണ്യം ഉണ്ടാകും. അതുകൊണ്ട് ഷെയ്ഖ് ഇവിടെ പറയാണ്, നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അനുകമ്പയും കാരുണ്യവും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിർബന്ധമായും അല്ലെങ്കിൽ അനിവാര്യമായും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് എന്താണ്, നമ്മളുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഭാര്യമാർക്ക് ഉണ്ടാകുന്ന സമയം ഇത് നേരെ തിരിച്ചുമാണ്. ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഭർത്താക്കന്മാർക്ക് പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരും. ചിലപ്പോ അവർക്ക് സാമ്പത്തികമായി ചില ഞെരുക്കങ്ങൾ ഉണ്ടായേക്കാം. ആ സമയത്ത് പോയിട്ട് എനിക്ക് ഇന്ന സാധനം വേണം, ഇന്നത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അതിന് സാധിക്കൂല. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ് അടുത്ത ഷെയ്ഖ് അസ്ല് കൊണ്ടുവരുന്നത്.
അത്തശാവുറു ബൈന സൗജൈൻ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കൂടി ആലോചന അല്ലെങ്കിൽ ചർച്ചകൾ ഉണ്ടായിരിക്കണം. അതാണ് എട്ടാമത്തേത്. നമ്മൾ ഏഴാമത്തേത് കഴിഞ്ഞു, അനുകമ്പ ഉണ്ടാകണം. എട്ടാമത്തേത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ചർച്ചകൾ നടക്കണം. അഥവാ ഭാവി കാര്യങ്ങളായാലും അതല്ല അവർക്ക് തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത രൂപത്തിലാവാൻ പാടില്ല അല്ലെ. ഭർത്താവ് ചില വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, ഭർത്താവ് ഇങ്ങനെ മൂഡൌട്ടായിട്ട് ഇരിക്കുന്നുണ്ടാവും. എന്താണ് കാരണം എന്ന് ഭാര്യ ചോദിച്ചാൽ ഒരക്ഷരം അതിനെ അറിയണ്ട. എന്നാൽ നേരെ തിരിച്ച് പുറത്തുള്ള ഏതെങ്കിലും അവന്റെ ഒരു ചങ്ങായി ചോദിച്ചാൽ അവനോടെല്ലാം പോയി തുറന്നു പറയുന്നുണ്ടാവും. അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ഭാര്യമാർ അറിയേണ്ടത് എന്താണ് നമുക്കുള്ള പ്രയാസം എന്നുള്ളത്. നോക്ക് നിങ്ങള്, ഏറ്റവും മനോഹരമായ സംഭവം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് വഹി ഇറങ്ങിയപ്പോ റസൂൽ ആദ്യം ഓടിച്ചെന്നത് ആരുടെ അടുത്തേക്കാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനോഹരമല്ലത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെന്നുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയുടെ അടുത്തേക്ക് പോയി കൊണ്ടുപറയാണ്, സമ്മിലൂനി, എന്നെ മൂടി പതപ്പിച്ച് കിടപ്പിക്കൂ. കാരണം റസൂൽ പേടിച്ചിട്ടുള്ളത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ഇഖ്റ യാ മുഹമ്മദ് എന്ന് പറഞ്ഞ സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ. റസൂൽ ഓടിച്ചെന്ന് പറഞ്ഞത് ആരോടാ? ഖദീജയോടാണ്. അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെ ഭർത്താവ് പറയുന്ന കാര്യം കേൾക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറിയിരുന്നു കൊടുക്കണം. നേരെ തിരിച്ചും ഭാര്യക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ കൂടെ ഇരിക്കണം. ഷേഖ് പറയാണ്, ഏറ്റവും നല്ല കാര്യമാണെന്ത്? നല്ല കാര്യങ്ങൾ ഉടലെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ആളുകൾ തമ്മിൽ കൂടി ആലോചിക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതിൽ ഒരുപക്ഷെ ധാരാളം തെറ്റുകൾ വന്നേക്കാം. മറിച്ച് ആ ഒരുപക്ഷെ നമ്മുടെ ഭാര്യ ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു ഘട്ടം, ആ ഒരു സാഹചര്യം കടന്നു പോയ ആളായിരിക്കാം. അപ്പൊ അവരുടെ അടുക്കൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നല്ല ഉപദേശങ്ങൾ ലഭിക്കും. ഇത് നമ്മൾ എന്താണെന്നറിയോ കുഴപ്പം? പൊതുവെ തെറ്റിദ്ധാരണ ഉണ്ട്, അവർക്കൊന്നും ബുദ്ധിയില്ല എന്നൊരു. ശരി തന്നെയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നാഖിസാത്തുൽ അഖ്ലി വദ്ദീൻ, അവർക്ക് ബുദ്ധിയും കുറവാണ് ദീനും കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം നമുക്കറിയാം. പൊതുവെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ഷാഹിദുകളെ നിശ്ചയിച്ചു ചില വിഷയങ്ങളിൽ. 2 സാക്ഷികൾ വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദീന് കുറവാന്ന് പറയാനുള്ള കാരണം, അവർക്ക് എപ്പോഴും നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. അവർക്ക് എപ്പോഴും നോമ്പ് നോക്കാൻ പറ്റുമോ? ഇല്ല. അവർക്ക് അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഭാര്യമാരോട് ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചില കാര്യങ്ങളിൽ തശാവുർ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. മനോഹരമായ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിയുടെ സന്ദർഭം, ഹുദൈബിയ സന്ധി നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അതിന്റെ ചെറിയൊരു ഖുലാസ പറയാം. അഥവാ ലാഹിറായിട്ട് പ്രത്യക്ഷമായി നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല വിഷയങ്ങളിലും കുഫാറുകൾക്ക് ഒരു പരിഗണന കൊടുത്തതുപോലെ നമുക്ക് പ്രത്യക്ഷമായി തോന്നിയെങ്കിലും അത് ഏറ്റവും മനോഹരമായ ഒരു സന്ധിയായിരുന്നു. പക്ഷെ ആ സമയത്ത് ആർക്കൊക്കെ പ്രയാസം ഉണ്ടായിട്ടുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള സഹാബിമാർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അബൂബക്കർ സിദ്ദീഖിനെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, റസൂൽ എന്താണോ പറയുന്നത് അതെന്താണ്? റസൂലല്ലേ പറഞ്ഞത്, സമീഅന വഅതഅന. ഇവരാരും മറ്റുള്ള ആൾക്കാരും റസൂലിനെ അംഗീകരിച്ചിട്ടില്ല എന്നല്ല, ഒരിക്കലും അങ്ങനല്ല. കാരണം ഉമർ റളിയല്ലാഹു അൻഹു പൊതുവെ ഗൈറത്ത് കൂടുതലാണ്. എന്താണ്? നമുക്ക് അറിയുന്ന വാക്കാണ്, അവലസ്ന അലൽ ഹഖ്, നമ്മൾ ഹഖിലല്ലേ ഉള്ളത് റസൂലെ, വഹും അലൽ ബാത്തിൽ, അവർ ബാത്തിലല്ലേ ഉള്ളത് റസൂലെ, പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ അവർക്ക് താണുകൊടുക്കേണ്ട ആവശ്യം എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. ചില കാര്യങ്ങൾ ചോദിച്ചു. അഥവാ എന്താണ്, മക്കയിൽ നിന്ന് ഏതെങ്കിലും ഒരു കാഫിർ ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ അവരെ സ്വീകരിക്കാൻ പാടില്ല. മറിച്ച് മദീനയിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ടേക്ക് പോയാൽ, കുഫാറുകളുടെ ഭാഗത്തേക്ക് പോയാൽ നമ്മൾ തിരിച്ചയക്കില്ല. അതില് ഹുദൈബിയ സന്ധിയിൽ ഉണ്ടായ ഒരു കരാറ് ഇതായിരുന്നു. ഇങ്ങനെ ഇതുപോലുള്ള ചില കരാറുകൾ അതിലാണ് റസൂൽ ഒപ്പുവെക്കുന്നത്. അപ്പോ ആ സമയത്ത് സഹാബിമാർക്ക് എന്തുണ്ടായിട്ടുണ്ട്? ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ റസൂൽ അവിടെ ഒപ്പുവെച്ചല്ലോ ഇത് കണ്ടപ്പോ. ശരി, ആ സമയത്ത് എന്തുണ്ടായി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറക്ക് പോകുന്ന സാഹചര്യത്തിലാണ് എന്തുണ്ടായിട്ടുള്ളത്? ഈ ഹുദൈബിയ സന്ധി നടക്കുന്നത്. അഥവാ ഉംറ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, ഉംറ ചെയ്യാൻ സാധിച്ചില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ബലിമൃഗത്തെ അറുത്തുകൊണ്ട് നമ്മുടെ മുടി കളഞ്ഞുകൊണ്ട് തിരിച്ചു നടക്കാനും ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വ്യക്തല്ലേ? അപ്പോ ഇത് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? സഹാബിമാരപ്പോ
അപ്പൻ സഹാബിമാരോടായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂമു ഫൻഹറു സുമ്മ അഹ്ലിഖു, നിങ്ങൾ എന്ത് ചെയ്യുക, എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങളുടെ മൃഗത്തെ അറുക്കുക, മൊട്ടയടിക്കുക. ഫവല്ലാഹി മാ ഖാമ മിൻഹും റജുലുൻ ഹത്താ ഖാല ദാലിക സലാസ മററാത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം 3 പ്രാവശ്യം പറഞ്ഞു. ഒരൊറ്റയാൾ എണീക്കുന്നില്ല. റസൂല് പറയാണ്, നിങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുടി മുണ്ടനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആടിനെ ബലിമൃഗത്തെ അറുത്തുകൊണ്ട് മുടി മുണ്ടനം ചെയ്യൂ 3 തവണ റസൂല് പറഞ്ഞു. ഒരാളും എണീക്കുന്നില്ല. ഫലമ്മ ലം യഖും മിൻഹും അഹദുൻ ദഖല അലാ ഉമ്മി സലമ. ഒരാളും എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ റസൂൽ എന്ത് ചെയ്ത്, ഭാര്യയായ ഉമ്മു സലമയുടെ അടുക്കലേക്ക് പോയി. ഫദക്കറ ലഹാ മാ ലഖിയ മിനൻ നാസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, ഉമ്മു സലമയോട് നടന്ന കാര്യം പറയാണ്. ശ്രദ്ധിക്കുക, ഭർത്താക്കന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഉമ്മു സലമയോട് റസൂൽ പോയിട്ട് നടന്ന കാര്യം പറഞ്ഞു. ചില ഭർത്താക്കന്മാർക്കുള്ള ഒരു ധാരണ ഉണ്ട്, ഭാര്യ ഒക്കെ ഒന്നും തിരിയാത്തോളൂ, ഓക്കെ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവും. ഒരിക്കലും അങ്ങനെ കാണാൻ പാടില്ല. ഞങ്ങൾ കഴിഞ്ഞ അസിൽ വായിച്ച കാര്യം എന്താ, വിനയം ഉണ്ടാണ്. ഒരു പരിഗണന കൊടുക്കാണ്ട് ഒരു വീട്ടു ജോലിക്ക് സുബ്ഹാനല്ലാഹ് അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ കാണുന്ന ചില ആളുകളുണ്ട്. മറിച്ച് നോക്ക്, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് നടന്ന കാര്യം ആരോടാ പറയുന്നത്, ഉമ്മു സലമയോട് പറയണം. ഫദക്കറ ലഹാ മാ ലഖിയ മിനൻ നാസ് ഫഖാലത് ഉമ്മു സലമ പറഞ്ഞു കൊടുക്കാണ് എന്താ ചെയ്യേണ്ടത്. യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതുഹിബ്ബു ദാലിക, നിങ്ങൾ അവരങ്ങനെ ചെയ്യണം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉഖ്റുജ് സുമ്മ ലാ തുകല്ലിം അഹദൻ മിൻഹു കലിമ. റസൂലേ, അങ്ങെന്ത് ചെയ്യാ, ഇവിടെ നിന്ന് പോയിട്ട് ഒരാളോടും ഒരു അക്ഷരം പോലും ഉണ്ടാണ്ട് എന്ത് ചെയ്യണം, ഹത്താ തൻഹറ ബുദനക്, നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ ബലിമൃഗത്തെ അറുക്കുക. വതദ്ഉ ഹാലിഖക ഫയഹ്ലിഖക്, എന്നിട്ട് എന്ത് ചെയ്യാ റസൂലേ, അങ്ങ് തല മുണ്ടനം ചെയ്യാൻ വേണ്ടി ഒരു മുണ്ടനം ചെയ്യുന്ന ആളെ വിളിക്കുക. ഇത് കേട്ടപ്പോ റസൂൽ എന്താ പറഞ്ഞത്, ഉമ്മി സലമ, നീ എന്റെ ഭാര്യയാണ്, നിന്റെ അടുത്തുനിന്ന് ഞാൻ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ എന്റെ കാര്യം നോക്കണം എന്ന് നീ പറയുന്നത്, ഞാനല്ലേ ആണ്, എനിക്കല്ലേ ഇവിടെ അധികാരസ്ഥാനം, നീ പറയുന്ന കാര്യം കേൾക്കാൻ ഞാനാരാ നിന്റെ എന്നാണോ റസൂൽ ചോദിച്ചത്. ഫഖറജ ഫലം യുകല്ലിം അഹദൻ മിൻഹും ഹത്താ ഫഅല ദാലിക. റസൂൽ പറഞ്ഞതുപോലെ എന്ത് ചെയ്തു. സുബ്ഹാനല്ലാഹ്. നഹറ ബുദ്നഹു, റസൂൽ എന്ത് ചെയ്തു, അവിടുത്തെ ബലിമൃഗത്തെ അറുത്തു. വദഅ ഹാലിഖഹു ഫഹലഖ, റസൂല് മുടി മുണ്ടനം ചെയ്യാനുള്ള ഒരാളെ വിളിച്ചിട്ട് റസൂലിന്റെ തലമുടി മുണ്ടനം ചെയ്തു. ഫലമ്മാ റഅൂ ദാലിക ഖാം ഫനഹറു, റസൂൽ ഇത് ചെയ്ത കണ്ടപ്പോൾ എല്ലാ സഹാബിമാരും പൊടുന്നനെ എണീറ്റുകൊണ്ട് എന്ത് ചെയ്യാണ്, ഈ രൂപത്തിൽ പെരുമാറി. എല്ലാരും ഒരുപോലെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് റസൂൽ എന്താണോ ചെയ്തത് അതുപോലെ ചെയ്തു. വജഅല ബഅ്ലുഹും യഹ്ലിഖു ബഅ്ള, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, പരസ്പരം തല മൊട്ടയടിക്കുകയാണ്. ഹത്താ കാദ ബഅ്ലുഹും യഖ്തുലു ബഅ്ളൻ ഗമ്മ, അവരുടെ ആ തിരക്ക് കൂട്ടൽ കൊണ്ടില്ലേ ചില ആളുകൾ മരണപ്പെടുമോ അല്ലെങ്കിൽ പ്രശ്നം വരെ ഉണ്ടായിരുന്നാണ്. ഈ സ്പീഡ് കൊണ്ട് റസൂൽ ഇത് ചെയ്തല്ലോ, ഇനിയിപ്പോ നമ്മൾ ചെയ്യാണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക, അവർക്കുള്ള ഭയാണത്. അവർ ആ ഒരു സന്ദർഭത്തിൽ അവര് ആ ഒരു തിരക്ക് കൂട്ടലിന്റെ ഇടയിൽ ചില സഹാബിമാർക്ക് ആ സ്പീഡ് കൊണ്ട് പ്രയാസം ഉണ്ടായിരുന്ന. നോക്ക് സഹോദരങ്ങളെ, ഇവിടെ നോക്ക് എന്ത് മനോഹരമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യയോട് പെരുമാറിയത്, അല്ലെങ്കിൽ അവിടുത്തെ ഭാര്യ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ സ്വീകരിച്ചത്. ഒരിക്കലും റസൂല് അവിടുന്ന് തരം താഴ്ത്തി കണ്ടില്ല. ഇത് പൊതുവെ വരാറുള്ളത് ഭർത്താക്കന്മാരാണ്. ഭാര്യയോട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് അനുസരിക്കാൻ സാധ്യത കൂടുതലാണ് പൊതുവെ. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഞാൻ എന്റെ ഭാര്യ എന്തെങ്കിലും പറയുമ്പോൾ ഇതുപോലെ കേൾക്കാറുണ്ടോ, അവർ എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പെരുമാറ്റം അവളോട് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അത് മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു സംഭവം, ആണുങ്ങളുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, ആണുങ്ങളുടെ വസ്ത്രം എത്രത്തോളം പോകണം എന്നുള്ളത് നമുക്കറിയാം. മൻ ജറ സൗബഹു മിനൽ ഖുയലാഇ ലം യൻദുരില്ലാഹു ഇലൈഹി, ആരാണോ അവന്റെ വസ്ത്രം അഹങ്കാരത്തോടുകൂടി നെരിയാണിക്ക് താഴെ വലിച്ചിഴക്കുന്നത് അവൻ അള്ളാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല. അപ്പോ അവിടെ ഉമ്മു സലമ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഫകൈഫ തസ്നഉ നിസാഉ ബിദുയൂലിഹിൻ, അപ്പോ റസൂലെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഭാര്യമാർ നമ്മൾ സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ റസൂൽ പറഞ്ഞു, തുർഖീനഹു ശിബ്റ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മുഴം താഴ്ത്തുക. അപ്പൊ റസൂലിനോട് അവര് ചോദിക്കാണ്, റസൂലെ നമ്മളങ്ങനെ ഒരു മുഴം മാത്രം താഴ്ത്തിയാല്
എന്താണ് ഒരു ചാണപ്പൻ, ഒരു ചാണ് താഴ്ത്തിയാൽ നമ്മളുടെ കണങ്കാല് കാണൂലേ എന്ന് പറഞ്ഞപ്പോ റസൂൽ എന്ത് പറയാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സിറാ, ഒരു മുഴം താഴ്ത്തുക, ലാ തസിദ്ന അലൈഹി, നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിന് താഴെയിലേക്ക് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് പറയണം. നോക്ക് ഇവിടെ നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുടെ വാക്കാണ് അവിടെ പരിഗണിച്ചത്? അവിടുന്ന് സ്ത്രീകൾ പറയണെന്ത്, അല്ലെങ്കിൽ ഉമ്മു സലമ പറയാണ്, റസൂലെ നമ്മൾ ഒരു മുഴം അല്ലെങ്കിൽ ഒരു ചാണ് മാത്രം താഴ്ത്തി കഴിഞ്ഞാൽ നമ്മളുടെ കണങ്കാല് കാണുമെന്ന് പറഞ്ഞപ്പോ നീ എന്നെ പഠിപ്പിക്കുക, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടായി എന്നാ പറഞ്ഞത്? അല്ല, അവിടുന്ന് ഉമ്മു സലമ പറയാണെന്ത്, റസൂലെ അങ്ങനെ ആവുമ്പോ എന്താവും, നമ്മളെ കണങ്കാല് മറ്റുള്ള ആളുകൾ കാണുമെന്ന് പറഞ്ഞപ്പോ അങ്ങനെയല്ലേ, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സിറാ താഴേക്ക് ഇറക്കുക, അതിൽ കൂട്ടാൻ പാടില്ല എന്ന് റസൂൽ പറയാം. നോക്ക് സഹോദരങ്ങൾ, ഉമ്മു സലമയാണ് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? മദീനയിലെ രാജകുമാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സഹോദരങ്ങൾ പറയുന്നത്, വിനയം എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് വളരെ ഉപകാരപ്പെടും. വല്ലാഹി നമ്മളെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഉപകരിക്കുന്ന കാര്യമാണ് വിനയം എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എങ്ങനെയാ വന്നത് ദുനിയാവിലേക്ക്? 2 തവണ ഗുഹ്യവയവത്തിലൂടെ പുറത്തേക്ക് വന്നത് അല്ലെ? 2 തവണ. നമ്മൾ ഏതോ ഒരു സമയം ആലോചിച്ച് നോക്കുക. ഇനി നമ്മളെ അവസ്ഥ, നമ്മളെ ജീവിത കാലഘട്ടം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഉദരത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്ന് നമുക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. ആരാ നമ്മൾ പരിപാലിക്കുന്നത്? നമ്മൾ ഉമ്മയാണ്. കാലങ്ങളോളം നമ്മളെ പരിപാലിച്ച് നമുക്ക് ഭക്ഷണം വേണമെന്ന് പോലും തൊള്ള കൊണ്ട് പറയാൻ പറ്റുന്നില്ല. കരഞ്ഞിട്ടാണ് നമ്മൾ ഉമ്മാനോട് പറയുന്നത്. വേദന എടുത്ത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയിൽ കുറച്ച് വണ്ണം വെച്ച് ഒരു 10-12 വയസ്സാകുമ്പോ ഒന്ന് ഒരു ആവത് കിട്ടുമ്പോ, ഒരു താക്കത്ത് കിട്ടുമ്പോ പിന്നെന്താകാണ്, ഞാൻ എന്തൊക്കെയോ വലിയ സംഭവം കരുതി പിന്നെ അതേ ഉമ്മാന്റെ നേർക്ക് തിരിയുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഇതേ ഉമ്മാനോട് തർക്കിക്കുന്ന ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ വടക്കപ്പെട്ടു, എന്നിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ ഉമ്മാന്റെ സഹായത്തോടു കൂടി ഉപ്പാന്റെ സഹായത്തോടു കൂടി നടക്കാനും ചിരിക്കാനും കളിക്കാനും സംസാരിക്കാനും പഠിച്ച നമ്മളെ അവസ്ഥ ആലോചിച്ച് നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ എത്ര ദുർബലരാന്നുള്ളത് നമുക്ക് മനസ്സിലാണെങ്കിൽ ഒരു തലവേദന വന്നാൽ മതി, ഒന്നും വേണ്ട, ഒരു കുഴിനകം വന്നാൽ മതി. ഒരു കുഴിനകം വന്നാൽ നമുക്ക് നമ്മളെ ദുർബലത മനസ്സിലാവും. ഒരു തലവേദന വന്നാൽ, ഒരു വയറുവേദന വന്നാൽ നമുക്ക് മനസ്സിലാവും. ഈ നമ്മൾ അഹങ്കരിക്കുന്നതിനെ കൊണ്ട് എന്തെന്ത് ഉപകാരമുള്ളത്? ഒരു ഉപകാരമില്ല. നേരെ മറിച്ച് വിനയം ഉണ്ടെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉയർത്തും. അള്ളാഹ്ക്ക് വേണ്ടി ആരാണോ വിനയം കാണിക്കുന്നത് അള്ളാഹു അവനെ ഉയർത്തും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പൊ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, നമ്മൾ എന്തുണ്ടായാലും ഏത് കാര്യം ഉണ്ടായാലും നമ്മളൊന്ന് എന്ത് ചെയ്യുക, ഭാര്യമാരുമായിട്ട് ഒന്ന് കൂടി ആലോചിക്കുക. അത് അവർക്കും വളരെ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മളെ ഭാര്യമാർക്ക് എന്നാലും എന്റെ ഭർത്താവ് എന്നോട് ചോദിച്ചല്ലോ അത് ചെയ്യുമ്പോൾ. നമ്മളിപ്പോ പല ബിസിനസ്സുകളും തുടങ്ങുന്നുണ്ടാവും. ഒന്ന് ജസ്റ്റ് ഭാര്യയോട് പറയാം, ഞാൻ ഇന്ന കച്ചവടം തുടങ്ങാൻ പോവാണ്, ഇന്നതൊക്കെ ചെയ്യാനുള്ള പ്ലാന്. അൽഹംദുലില്ലാ, അത് മതിയായിരിക്കും. അത് പറഞ്ഞാൽ അവര് ചിലപ്പം ഒരു അഭിപ്രായം പറഞ്ഞോളന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ പറയുന്ന വാക്കുണ്ടല്ലോ, എന്നൊന്ന് പരിഗണിച്ചല്ലോ, എന്നോടൊന്ന് പറഞ്ഞല്ലോ എന്നുള്ളത്, അത് മതി അവർക്ക്. അപ്പോ ആ ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇതുവരെ പറഞ്ഞത് വ്യക്തമല്ലേ? എന്തെങ്കിലും അവ്യക്തതയോ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെയാണ് ഇതുവരെ പറഞ്ഞത്? നമുക്ക് 9ാമത്തെ അസ്ലും കൂടി എടുക്കാം ഇൻഷാ അല്ലാഹ്. ചെറിയ ഒരു അസ്ലാണ്, പക്ഷെ മനോഹരമായ ഒരു അസ്ലാണ്. അൽ-അസ്ലു താസിഅ, 9ാമത്തേത് അൽ ഖനാഅതു വൽ ബുഅദു അനിൽ മുഖാറനാത്ത്. അൽ ഖനാഅ, സംതൃപ്തി ഉണ്ടാകണം. എന്താണ് സംതൃപ്തി എന്ന് പറഞ്ഞാൽ? ഉള്ളതിൽ തൃപ്തിപ്പെടാൻ പറ്റുന്ന മനസ്സ്. ഇത് ദാമ്പത്യ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഖനാഅത്ത് അഥവാ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ പറ്റിയ ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇദാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ ഫഅൻത വമാലികു ദുനിയ സവാഉ. അവിടെന്ന് പറയാണ്, ഇദാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ, നീ സംതൃപ്തിയുള്ള ഹൃദയത്തിന് ഉടമയാണെങ്കിൽ, അഥവാ
കിട്ടുന്നതിന് അനുസരിച്ചുള്ള തൃപ്തി, അല്ലെങ്കിൽ കിട്ടുന്ന കാര്യത്തിൽ തൃപ്തി ഉണ്ടാവുക. അഥവാ ഭക്ഷണമായിട്ട് കിട്ടുന്നത് രാവിലെ കുറച്ച് ഭക്ഷണമാണെങ്കിൽ അതിൽ തൃപ്തിയുണ്ട്. അവന് കിട്ടുന്ന സാലറി വളരെ കുറവാണ്, പക്ഷെ അതിൽ അവനക്ക് തൃപ്തിയുണ്ട് എങ്കിൽ എന്താണ് ആ ഒരു കാര്യം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളും ദുനിയാവിലെ രാജാവും ഒരുപോലെയാണെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അത് മനോഹരമായ വാക്കാണത് അല്ലേ. കിട്ടുന്നതിലെല്ലാം തൃപ്തി, നമുക്കൊരു പരിഭവവും ഇല്ല, ഒരു പരാതി പറച്ചിലോ ഇല്ല. ഇതൊന്നും ഇല്ലാതെ ഏറ്റവും മനോഹരമായി കിട്ടുന്നതിൽ തൃപ്തി ഉണ്ടെങ്കിൽ ലോകത്തുള്ള രാജാക്കന്മാരെക്കാളും അല്ല, രാജാവും നീയും ഒരുപോലെയാണെന്നാണ് ആര് പറയുന്നത്? ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നത്. പറഞ്ഞതുപോലെ തന്നെ എന്താണ്, മിൻ ഉസൂലി തഅസീസിൽ ഈമാനി ബിൽ ഖളാഇ വൽ ഖദർ വതഹ്ഖീഖി സഅദ വൽ ഫൗസ് ബിൽ ഫലാഹി അൽ ഖനാഅ. അഥവാ നമുക്ക് ജീവിതത്തിൽ വിജയവും അതുപോലെ തന്നെ നമ്മളെ സൗഭാഗ്യവും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ് സംതൃപ്തി എന്നുള്ളത്. ഫസ്സഈദു ഫി ഹാദിഹി ദുനിയ മൻ വഹബഹു അല്ലാഹു നിഅമത്തൽ ഖനാഅ വൽറിബ. യഥാർത്ഥ സൗഭാഗ്യവാൻ എന്ന് വെച്ചാൽ ഈ ദുനിയാവിൽ ആർക്കാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല സംതൃപ്തിയും അതുപോലെ തന്നെ പരിപൂർണമായ തൃപ്തിയും ഒക്കെ നൽകിയത്, അല്ലാഹു നൽകുന്ന കാര്യത്തിലൊക്കെ തൃപ്തിയാണ്. അങ്ങനെ ഒരു മനസ്സുള്ള ഒരുവൻ എന്താണ് ഉണ്ടായാൽ അവനാണ് ദുനിയാവിലെ സൗഭാഗ്യവാൻ എന്നാണ് ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് പറയുന്നത്. എന്നിട്ട് ഇവിടെ ഷെയ്ഖ് ഒരു ഹദീസ് കൊടുക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലം, മുസ്ലിമായവൻ വിജയിച്ചിരിക്കുന്നു. വറുസിഖ കഫാഫ, അതുപോലെ തന്നെ അവൻ അന്നുള്ള എന്ത് ലഭിച്ചിട്ടുണ്ട്, അന്നുള്ള കാര്യങ്ങൾ, അന്നന്ന് ഭക്ഷിക്കാനുള്ളത്, അന്നന്ന് കഴിഞ്ഞുകൂടാനുള്ള കാര്യങ്ങളും ഒരുവന് ലഭിച്ചിട്ടുണ്ട്. വഖന്നഅഹു അല്ലാഹു ബിമാ അതാ, അതുപോലെ തന്നെ എന്താണ് അള്ളാഹു നൽകിയതിൽ സംതൃപ്തി, എനിക്കൊരു പരിഭവമില്ല, അള്ളാഹ് ഇത് കുറഞ്ഞു പോയല്ലോ അത് എനിക്ക് മാത്രം ഇങ്ങനെ എന്നുള്ള പറച്ചിലൊന്നുമില്ല. അള്ളാഹ് എന്താണ് തരുന്നത് അൽഹംദുലില്ലാഹ്, അള്ളാഹ് എന്താണ് നമുക്ക് നൽകുന്നത് അൽഹംദുലില്ലാഹ്. ആ ഒരു അവസ്ഥയുള്ളവനാണ് വിജയിച്ചവനെന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് ശൈഖ് പറയാണ്, വസ്സൗജാനു അൽ ഖനുആൻ മിൻ അസ്അദിൻ നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും സൗഭാഗ്യവാന്മാർ ആരാണ്? രണ്ട് ഭാര്യയും ഭർത്താവും. അവരെങ്ങനെയുള്ള ആളുകളാണ്? സംതൃപ്തിയുള്ള ആളുകളാണ്. അവർക്ക് ദുനിയാവിപരമായിട്ട് ഉള്ള കാര്യങ്ങൾ വളരെ കുറവാണെങ്കിലും അവർക്ക് ലഭിച്ച കാര്യങ്ങൾ വളരെ വിരളമാണെങ്കിലും ഈ രൂപത്തിലാണ് അവർ ജീവിച്ചു മുന്നോട്ട് പോകുന്നതെങ്കിൽ അവരുടെ മനസ്സിന് റാഹത്തും സൗഭാഗ്യവും അതുപോലെ തന്നെ ഏറ്റവും മനസ്സമാധാനം ലഭിക്കുമെന്നാണ് ഷെയ്ഖ് പറയുന്നത്. ഇത് സത്യമാണ്, സത്യമായ കാര്യമാണ്. ലഭിക്കുന്നതിൽ പരിഭവമോ അതുപോലെ തന്നെ പരാതി പറച്ചിലൊന്നും ഇല്ലാണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹ് എനിക്ക് ഇതെങ്കിലും തന്നല്ലോ എന്ന രൂപത്തിലാണ് ഒരാളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ ഹൈറാണ്, വളരെ ഹൈറായിരിക്കും അവരുടെ ജീവിതം. മനസ്സിലായില്ലേ? ഇനി ഈ വിഷയത്തിൽ അലംഭാവമാണ് എങ്കിൽ, അഥവാ എപ്പോഴും എനിക്ക് ഇത്ര തരുന്നത്, ഭർത്താവിനോട് പറയണം നിങ്ങൾ എന്ത് ഇത്ര എനിക്ക് കൊണ്ടു തരുന്നത്, ഞാൻ മനുഷ്യനല്ല, എനിക്ക് ഇതിനെക്കാട്ടും കൂടുതൽ വേണം, ഇതൊക്കെ കുറച്ചല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള രൂപത്തിലാണ് നമ്മളുടെ പെരുമാറ്റമെങ്കിൽ ബറക്കത്തില്ലാണ്ടാവും, നമ്മളുടെ ബറക്കത്ത് ഇല്ലാണ്ടാകും. എന്നിട്ട് ഇവിടെ ശേഖ് എന്ത് പറയാണ്, ചില ആളുകൾ എന്ത് ചെയ്യും, അവർക്ക് ലഭിക്കുന്ന ചെലവിന്റെ പൈസ അതവർക്ക് മതിയായതായിരിക്കും, പക്ഷെ എന്നാലും അതിൽ കൂടുതൽ വേണമെന്ന് പറയാ. വീട് ചിലപ്പോ ഒരു റൂമുള്ള വീട് മതിയാകുന്നതായിരിക്കും, തുടക്കത്തിൽ ഒരു ഭാര്യ ഭർത്താവാണെങ്കിൽ ഒരു വീട് മതിയാതായിരിക്കും, പക്ഷെ ഒരു 4 റൂമുള്ള വീട് ആവശ്യപ്പെടുക. അതുപോലെ തന്നെ ഭക്ഷണം, കുടിക്കാൻ, ഇതൊക്കെ മതിയായതിനപ്പുറം ഒരു തൃപ്തിയില്ലായ്മ ഉണ്ടെങ്കിൽ നമ്മളുടെ ദാമ്പത്യ ജീവിതം ഉണ്ടാവും, അതിൽ ഒരു കാരണവശാലും ബറക്കത്തുണ്ടാവില്ല. മാത്രമല്ല ആളുകളുമായി കമ്പാരിസൺ ഉണ്ടല്ലോ, അപ്പുറത്തെ വീട്ടിലെ ആളെ നോക്കി അവിടെ 2 കാറാണുള്ളത്, നമുക്കിവിടെ ഒരു സ്കൂട്ടർ പോലും മര്യാദയ്ക്കില്ല, എന്താ ഇത് അവസ്ഥ, അവിടെ നോക്കി അവിടെ ഏറ്റവും നല്ല രൂപത്തിലുള്ള എന്താണ് വാഹന സൗകര്യം അല്ലെങ്കിൽ വീട്ടു ജോലി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കിതൊന്നുമില്ല, എന്തിങ്ങളിങ്ങനെ എന്ന രൂപത്തിൽ ഉണ്ടായാൽ അതും ഭയങ്കര ഫസാദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, വലാ തമുദ്ദന്ന ഐനക ഇലാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തി ദുനിയ ലിനഫ്തിനഹും ഫീ. എന്താണ് റസൂലിനോട് പറയാണ്, അല്ലെങ്കിൽ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ദുനിയാവിൽ വിഭവങ്ങൾ നൽകിയ ആളുകളിലേക്ക് നീ നിന്റെ കണ്ണിനെ പായിപ്പിക്കാൻ പാടില്ല, നീ നിന്റെ കണ്ണിനെ പായിപ്പിക്കാൻ പാടില്ല, അവരിലേക്ക് നോക്കാൻ പാടില്ല.
കാരണം എന്താ? ലിനഫ്തിനഹും ഫീ, അത് മുഖേന അള്ളാഹു അവരെ പരീക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖ, നിന്റെ റബ്ബ് നൽകിയ റിസ്ഖാണ് ഏറ്റവും നിലനിൽക്കുന്നതും അതെപ്പോഴും ബാക്കിയാകുന്നതും എന്ന് പറയാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സംതൃപ്തി ഉണ്ടാകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മനോഹരമായ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ദുനിയാവിന്റെ വിഷയത്തിൽ, ദുനിയാവികപരമായ വിഷയത്തിൽ നിങ്ങളുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുക. നിങ്ങളുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുക. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ ശാരീരികമായ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ആരിലേക്കാണ് നോക്കേണ്ടത്? കൈയില്ലാത്ത ആളുകളുണ്ട്, കണ്ണ് കാണാത്ത ആളുകളുണ്ട്, ചെവി കേൾക്കാത്ത ആളുകളുണ്ട്, സംസാരിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അൽഹംദുലില്ലാഹ് നമ്മൾ എന്തായിരിക്കും? സംതൃപ്തിയുള്ളവനായി മാറും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം മനസ്സിലാകണമെങ്കിൽ, മറ്റേതിനെ ചെറുതായി കാണാതിരിക്കണമെങ്കിൽ ഇത് നോക്കിയാൽ മതി, ഈ ഒരു കാര്യം നോക്കിയാൽ മതി. എന്ത് മനോഹരമായ കാര്യമാണ്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സംതൃപ്തിയായിരിക്കും. ഒരു ഭക്ഷണം നമുക്ക് രാവിലെ ലഭിച്ചു, ഉച്ചയ്ക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? അൽഹംദുലില്ലാഹ് രാവിലെ ഭക്ഷണം കിട്ടിയല്ലോ, അതുപോലെ കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട് എന്ന് ചിന്തിക്കുക. ഇനി നമുക്ക് വാഹനമില്ല, ഒരു കാറില്ല, നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? സ്കൂട്ടർ ഉണ്ട് കയ്യിൽ, കാറില്ല, നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? അൽഹംദുലില്ലാഹ് എനിക്ക് സ്കൂട്ടർ ഉണ്ടല്ലോ. ഈ സ്കൂട്ടർ പോലും ഇല്ലാത്ത ആളുകളുണ്ട്. ഇനി സ്കൂട്ടർ ഇല്ലാണ്ട് സൈക്കിൾ ഉള്ളവൻ എന്താ ചിന്തിക്കേണ്ടത്? എനിക്ക് സൈക്കിൾ ചവിട്ടാനുള്ള കാല റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അതില്ലാത്ത ആളുകളില്ലേ, കാലില്ലാത്ത ആളുകളില്ലേ എന്ന് നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ നമ്മൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മനസ്സില്ലേ, നമ്മളെ മനസ്സെന്ന് പറഞ്ഞാല് രാജാക്കന്മാരുടെ മനസ്സ് പോലെ ആയിരിക്കും. വല്ലാഹി ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഈ ഒരു കാര്യം എന്താണ്? നമ്മൾ ഏറ്റവും മനോഹരമായി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. നോക്ക്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പരിഭവങ്ങളോ അല്ലെങ്കിൽ എന്താണിത് എന്ന രൂപത്തിലോ അല്ല പെരുമാറുന്നത്. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ പ്രിയപത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം എന്ത് ചെയ്തു? വീട്ടിലേക്ക് പ്രവേശിച്ചു. അവിടുന്ന് ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ യാ ആയിഷ ഹൽ ഇൻദകും ഷൈ, അല്ലേ ആയിഷ എനിക്ക് ഭക്ഷിക്കാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? വീട്ടില് നമുക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഖാലത് ഫഖുൽതു യാ റസൂലല്ലാഹ് മാ ഇൻദനാ ഷൈ, റസൂലെ ഒന്നുമില്ല ഇവിടെ, വീട്ടിൽ ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഖാല ഫഇന്നി സായിം, റസൂൽ എന്ത് പറഞ്ഞു? അങ്ങനെയെങ്കിൽ ഞാൻ നോമ്പ് എടുത്തോളാം എന്ന് പറഞ്ഞ് അവിടുന്ന് മറുപടി കൊടുത്തു എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇതെന്ത് ഇവിടെ ഭക്ഷണം ഒന്നുമില്ലേ, നമുക്ക് മാത്രം എന്തിങ്ങനെ എന്ത് പറഞ്ഞോ? അവിടുന്ന് എന്ത് പറയാണ്? അങ്ങനെയാണെങ്കിൽ ഞാൻ നോമ്പ് എടുത്തോളാം എന്ന് പറയാണ്. അപ്പൊ ഇതാണ് നമുക്ക് എന്താണോ ലഭിക്കുന്നത് അതിൽ സംതൃപ്തിയുള്ള ജീവിതമാണ് നമ്മളുടെതെങ്കിൽ നമ്മൾ മരണം വരെ രാജാക്കന്മാരുടെ ജീവിതമാണ് നയിക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം. മാത്രമല്ല നമ്മൾ ഇരുവരും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പോരായ്മകൾ ഉണ്ടാകും, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ കുല്ലു ബനി ആദമ ഖത്ത വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. ഇതിൽ ചിലപ്പോൾ എന്തുണ്ടാകാം? അങ്ങോട്ടും ഇങ്ങോട്ടും പോരായ്മകളും തഖ്സീറും കുറവുകളൊക്കെ സംഭവിക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ബനു ആദമാണ്, തെറ്റുകൾ സംഭവിക്കും. അതിൽ നിന്ന് പാപമോചനം നടത്തി മുന്നോട്ടേക്ക് പോകുന്ന ആളുകളാണ് ഏറ്റവും നല്ല ആളുകൾ. അതുപോലെ തന്നെ എന്താണ്, മുൻകഴിഞ്ഞ സമുദായങ്ങൾ നശിക്കാനുള്ള കാരണം എന്താണ്? അവർക്ക് താങ്ങാത്ത, ഭർത്താക്കന്മാർക്ക് താങ്ങുന്നതിലും അപ്പുറം അവരോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മുൻകഴിഞ്ഞ സമുദായം നശിച്ചു പോകാനുള്ള ഒരു കാരണം എന്താണ്? അവരുടെ ഭർത്താക്കന്മാരോടോ അല്ലെങ്കിൽ ഭാര്യമാരോടോ രണ്ടോളോടായാലും അവർക്ക് താങ്ങുന്നതിലും അപ്പുറം അവരോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അവ്വല മാ ഹലക ബനു ഇസ്രായീല അന്ന ഇംറഅതൻ അൽ-ഫഖീർ കാനത് തുകല്ലിഫുഹു മിന സിയാബി ഔ അൽ-ളയഖ് ഔ ഖാല മിന അൽ-ളയഖതി മാ തുകല്ലിഫു ഇംറഅത്തുൽ ഗനി. അഥവാ എന്താണ്? അവരുടെ ഭർത്താവിനോട് അവന് താങ്ങുന്നതിനും അപ്പുറം എന്ത് ചെയ്യാണ്? ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ബനു ഇസ്രായേൽ നശിക്കാനുള്ള കാരണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭാര്യ ആകാനാണ് നമ്മൾ നോക്കേണ്ടത്, ഭാരമാകാനല്ല. ഭർത്താവിന്
ഭാരമാകാനല്ല നോക്കേണ്ടത്, മറിച്ച് ഭർത്താവിനൊരു നല്ല ഭാര്യയാകാനാണ് നോക്കേണ്ടത്. ഭർത്താവിന്റെ സാഹചര്യം അനുസരിച്ച് പെരുമാറുന്ന ഭാര്യമാരുണ്ടെങ്കിൽ സഹോദരങ്ങളെ, വല്ലാഹി സുമ്മ തല്ലാഹി സുമ്മ ബില്ലാഹ്, നമ്മുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും. നമ്മുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും. ഭർത്താവിന് സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടാകുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിക്കുക. എന്റെ ഭർത്താവിന് എന്താണ് ഇപ്പൊ കുറച്ച് പ്രയാസത്തിലാണുള്ളത്, അതുകൊണ്ട് എന്താണ് കുറച്ച് സബ്ർ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഇതിലും ഖൈറായത് അള്ളാഹ് എനിക്ക് തരുമെന്നുള്ള ആ ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ റിസ്ക് കണക്കാക്കിയതാണ്. നമ്മുടെ ഉപജീവന റബ്ബ് സുബ്ഹാനഹു വ തആല കണക്കാക്കിയതാണ്. അതിൽ നമ്മൾ ഒരു തുള്ളി പോലും ലഭിക്കാതെ ഇവിടുന്ന് ദുനിയാവിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്തു പോകില്ല. ഞാൻ പല ദർസുകളിലും പറയാറുള്ള ഒരു കഥയുണ്ട്. സുലൈമാൻ റഹൈലി റഹിമഹുല്ലാഹ് അതേ ദർസുകളിൽ പറയുന്നതായിട്ട് കാണാം. ഒരാൾ എന്ത് ചെയ്തു? നടന്നു പോകുന്ന സാഹചര്യത്തിൽ ഒരു കിണറിൽ വീണുപോയി, കിണറിലേക്ക് നിലംപതിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് നാട്ടുകാരൊക്കെ കൂടി വലിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് പാല് കൊടുത്തു. കാരണം കിണറ്റിൽ വീണതാണല്ലോ, ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു ഗ്ലാസ് പാല് കൊടുത്തു. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോ എന്ന് പറഞ്ഞ അദ്ദേഹം ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വീണ്ടും എന്ത് ചെയ്തു? കിണറ്റിലേക്ക് വീണുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടുപോയി. ഉലമാക്കൾ ഈ കഥയിൽ നിന്ന് ഫായദയായിട്ട് പറയുന്നതായി കാണാം, അദ്ദേഹത്തിന്റെ റിസ്കിൽ, അദ്ദേഹത്തിന്റെ ഉപജീവനത്തിൽ ഒരു ഗ്ലാസ് പാല് കൂടി ബാക്കിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപജീവനത്തിൽ ഒരു ഗ്ലാസ് പാല് കൂടി ബാക്കിയുണ്ടായിരുന്നു. അത് അദ്ദേഹം കുടിച്ചു, അദ്ദേഹം മരണപ്പെട്ടു പോയി. നോക്കൂ സഹോദരങ്ങൾ, നമുക്ക് ലഭിക്കാനുള്ളത് അത് പർവ്വത സമാനമായ പർവ്വതങ്ങൾക്ക് മുകളിലാണുള്ളതെങ്കിൽ പോലും നമുക്കത് ലഭിക്കും, യാതൊരു സംശയമില്ല. ഇനി നമുക്ക് അല്ലാഹ് കണക്കാക്കിയിട്ടില്ല എങ്കിൽ, അത് നമ്മൾ ഈ ചുണ്ടുകൾക്കിടയിലാണെങ്കിൽ പോലും നമുക്കത് ലഭിക്കൂല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിലല്ലേ നമ്മളെ ദാമ്പത്യ ജീവിതം മനോഹരമായിരിക്കും, വളരെ മനോഹരമായിരിക്കും എന്നുള്ളതാണ്. ഇത്രയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചത്. ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ഇതുവരെ പറഞ്ഞത് വ്യക്തമല്ലേ? ക്ലിയർ അല്ലേ? അയ്യോ, അപ്പോ നമ്മളെ ഗ്രൂപ്പില് നേരത്തെ ചോദിച്ച ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചിട്ട് ഞാൻ പറ്റുന്നതാണെങ്കിൽ മറുപടി തരാം. ഒന്ന് വായിച്ചു നോക്കട്ടെ. ഒരു ചോദ്യമുള്ളത്, പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകളോട് വിനയമുള്ളവരാകണമെന്നാണ്. പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകളോട് പിന്നെ ഞാൻ നോമ്പെടുത്തോളം എന്ന് റസൂൽ പറയുന്ന ഹദീസ് ഒന്ന് ശ്രദ്ധിക്കണം. ആ ഹദീസ് ഒന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അഥവാ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ നോമ്പ് നോറ്റോളാന്ന് പറയുന്ന ഹദീസ്. അപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ, പരസ്യമായി ഹറാമ് ചെയ്യുന്ന വ്യക്തി അയാളോട് വിനയം കാണിക്കണമെന്ന്. ഇത് ഞാൻ കഴിഞ്ഞ ദർസിൽ പറഞ്ഞത് വ്യക്തമാണല്ലോ. അഥവാ ഇവിടെ ആരല്ല, മറിച്ച് പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഒരാൾ, അവർ പിന്നെ ആ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ വെറുക്കണം, അതിൽ സംശയമില്ല. ആ തെറ്റിനെയും വെറുക്കണം, ആ തെറ്റ് ചെയ്യുന്ന വ്യക്തിയും വെറുക്കണം, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ആ ഒരു തെറ്റ് കാരണത്താൽ അവൻ ആ ഒരു തെറ്റ് മാത്രമാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, ബാക്കിയുള്ള വിഷയങ്ങൾ അയാൾ ക്ലിയർ ആണ് എങ്കിൽ നമ്മൾ എന്ത് കരുതണം? നമ്മളെ പറ്റി ചിന്തിക്കേണ്ട കാര്യം എന്താ? എന്റെ ജീവിതത്തിലും പല തെറ്റുകളും ഉണ്ടല്ലോ, ഞാൻ രഹസ്യമായിട്ട് ചെയ്യുന്നു, പരസ്യമായിട്ട്, യാതൊരു സംശയമില്ല. രഹസ്യമായിട്ട് തെറ്റ് ചെയ്യുന്നവനാണോ പരസ്യമായിട്ട് തെറ്റ് ചെയ്യുന്നതാണോ ഏറ്റവും അക്ബർ, ഏറ്റവും മോശം? പരസ്യം ചെയ്യുന്നവനാണ്, യാതൊരു സംശയമില്ല. അവനെ നമ്മൾ ഉപദേശിക്കണം. ഇനി അവന്റെ ചെറു ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തുമെങ്കിൽ അവനെ തൊട്ട് ആളുകൾക്കൊക്കെ താക്കീത് ചെയ്യണം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ആളുകളോട് പറയേണ്ടതല്ല, അവനങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലോ എന്ന് ബാക്കിയുള്ള ആളുകളോട് പറയാൻ പാടില്ല. മറിച്ച് നമ്മൾ കരുതേണ്ട കാര്യം എന്താ? നമ്മളെ മനസ്സിൽ അവനിൽ വേറെന്തെങ്കിലും ഖൈറാത്തുകൾ ഉണ്ടാവും ഇൻഷാ അല്ലാഹ് എന്ന് നല്ല വിചാരം വെക്കുക. പക്ഷെ ആളുകൾ തൊട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? അവരെ താക്കീത് ചെയ്യണം. അവന്റെ ഷർറുകൾ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തുമെങ്കിൽ നമ്മൾ അവനെ പറ്റി താക്കീത് ചെയ്യണം. ഇതൊന്നും ഗീബത്തിൽപ്പെട്ടല്ല, ഇത് മുസ്ലിം ഉമ്മത്തിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? ഗീബത്ത് അനുവദനീയമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്, അതിൽ പെട്ടതാണ്. മുസ്ലിം ഉമ്മത്തിന് ഒരു പ്രയാസം ഉണ്ടാവെങ്കിൽ അയാൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് പ്രത്യക്ഷമായി പറയേണ്ടി വരും എന്നുള്ളതാണ്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ?
പറഞ്ഞത് ചോദ്യം ഉത്തരം ഓക്കെ ആണോ? അത് നമ്മള് ഏത് ഗ്രൂപ്പ് എന്ന് ഇപ്പൊ ചോദിച്ചു. നമ്മളെ ഈ അൽ ഇൽമു നൂർ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകളും കാര്യങ്ങളും വരുന്നത്. അവിടെ ഗ്രൂപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ചാനൽ. അയ്യോ, അതും വ്യക്തമായല്ലോ. ഇൻഷാ അല്ലാഹ്. പറഞ്ഞതുപോലെ ദർസ് സംബന്ധമായ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, താഴെ കൊടുത്ത ആ ഒരു മെയിലിലേക്ക് അയച്ചാൽ മതിയാവും. ഇൻഷാ അല്ലാഹ്. നമ്മള് 5 മിനിറ്റ് കൂടി ബാക്കിയുണ്ടല്ലേ. ഒരു കാര്യം ചെയ്തു, ഇപ്പൊ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അയച്ചോ. അറിയുന്നതാണെങ്കിൽ എന്ത് ചെയ്യാ, ഇപ്പം തന്നെ പറഞ്ഞുതരാം. അറിയാത്തതാണെങ്കിൽ അടുത്ത ദർസിൽ പറയാം ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. 4 മിനിറ്റ് കൂടി ഉണ്ട് ഇൻഷാ അല്ലാഹ്. നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയമാണ് ഇതിൽ 10 മണി വരെയാണ്. മൈക്ക് ഓൺ ചെയ്യണം. വേണ്ട മൈക്ക് ഓൺ ആക്കണ്ട. മൈക്ക് ആരതും ഓൺ ആക്കണ്ട ഇൻഷാ അല്ലാഹ്. ഇത് ഞാനിങ്ങനെ 10 മണി വരെ കാത്തിക്കുന്നത് വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ. കാരണം നമുക്ക് നിശ്ചയിക്കപ്പെട്ടൊരു സമയം 10 മണി വരെ ആണെങ്കിൽ നമ്മൾ ആ സമയം വരെ നിൽക്കണം എന്നാണ് നമ്മൾ മശൈഖുമാരുടെ അടുത്തും മറ്റും പഠിക്കുന്നത്. കാരണം ഇത് അമാനത്താണല്ലോ, ഇൽമ് എന്നുള്ളത് അമാനത്താണ്. നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയം എത്രയാണോ അത്രയും സമയം നമ്മളത് ചെലവാക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒക്കെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, അദ്ദേഹം മസ്ജിദ് നബവിയിൽ മുദരിസാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ സാഹചര്യങ്ങളിൽ അവർ ജീവിച്ചിരിക്കുന്ന സമയത്തൊന്നും ഒരുപക്ഷെ അവർക്ക് വലിയ സ്വീകാര്യത ഒന്നും ലഭിച്ചിരുന്നില്ല. മറിച്ച് അവർക്കിപ്പോ ഉദാഹരണത്തിനാണെങ്കിൽ 8:30 മണി മുതൽ 9 മണി വരെയാണ് ക്ലാസിന്റെ സമയമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, മസ്ജിദ് നബവിയിൽ ആ സമയത്തേക്ക് പോകുമ്പോൾ ഒരു കുട്ടി പോലും ഒന്നുണ്ടാവില്ല, ദർസിൽ ഉണ്ടാവില്ല. അദ്ദേഹം എന്ത് ചെയ്യും, ആ 8:30 മുതൽ 9 മണി വരെ എത്ര സമയമാണ് അദ്ദേഹത്തിന് നിശ്ചയിക്കപ്പെട്ടത് ആ സമയം വരെ മസ്ജിദിലിരിക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ സമയമായാലും എന്താ ചെയ്യാറുള്ളത്, അദ്ദേഹം തിരിച്ചു പോകാറാണ് പതിവ് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ആരെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ സെൽഫികളെന്ന് പറയുന്ന ആളുകൾ ആ വിഷയം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വലിയൊരു അമാനത്താണ് ഇൽമു പഠിപ്പിക്കുക എന്നുള്ളത്. ഇനി ഇൽമു എന്ന് മാത്രമല്ല, മൊത്തത്തിൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ സമയം ഡ്യൂട്ടി സമയം 10 മണി മുതൽ 4 മണി വരെയാണെങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ജീവചരിത്രം നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അദ്ദേഹം 9:50 എന്ത് ചെയ്യും, ഓഫീസിലെത്തും. 9:50 ഓഫീസിലെത്തും. എന്നിട്ട് 4:30 അദ്ദേഹം ഓഫീസിൽ നിന്ന് പോവുക, അല്ലെങ്കിൽ 4:15 അദ്ദേഹം എന്ത് ചെയ്യാറുള്ളത്, ഓഫീസിൽ നിന്ന് പോകാറുള്ളത്. നമുക്ക് സഹോദരങ്ങൾ, ഇങ്ങനെ ആയിരിക്കണം നമുക്കൊരു കാര്യം നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന്റെ സമയവും കൃത്യതയും ഒക്കെ നമ്മൾ കാണിക്കണം. പഞ്ച്വാലിറ്റി എന്നുള്ളത് എന്താണ്, വളരെ പഞ്ച്വാലിറ്റി എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിവിടെ ഒരിക്കലും ഫത്വ പറയുന്ന ആളല്ല. ഇവിടെ ഇപ്പൊ ചോദ്യം വന്നത് മുജാഹിദും സലഫിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും ഫത്വ കൊടുക്കൂല. ഇവിടെ ഞാൻ പറഞ്ഞത് വ്യക്തമല്ലേ, അഥവാ ദർസ് സംബന്ധമായ എന്തെങ്കിലും ചോദിക്കണം. ഇപ്പൊ ചോദിച്ച ചോദ്യം വളരെ പെട്ടെന്ന് മാഞ്ഞുപോയി. അഥവാ ഭാര്യക്ക് കൊടുക്കേണ്ടതായ ഹക്കുള്ള റിസ്ക് നൽകാത്ത ആളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അത് പെരുമാറേണ്ടത് അവര് വീഴ്ച വരുത്തുകയാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ അടുക്കൽ എന്താണ്, അപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷക്കാർഹനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ പോരായ്മകൾ വരുന്നുണ്ടെങ്കിൽ
അദ്ദേഹം അള്ളാഹിന്റെ അടുക്കൽ ശിക്ഷയ്ക്ക് അർഹനാണ്. നിങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആലക്ക് വേണ്ടിയിട്ട് ക്ഷമിക്കുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ഇതിന്റെ അർത്ഥം എന്തല്ല? ഇന്ന് കഴിഞ്ഞ ദർസിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ചോദ്യം അല്ലെങ്കിൽ ആളുകൾക്ക് തെറ്റ് രൂപത്തിൽ മനസ്സിലാക്കിയേക്കാം എന്ന രൂപത്തിൽ പറഞ്ഞിരുന്നു. അഥവാ ഭർത്താവ് എന്ത് പറഞ്ഞാലും അനുസരിക്കണോ, ഇനിയിപ്പോ ഒരു തിന്മ ചെയ്യാൻ പറഞ്ഞാലും അനുസരിക്കണോ എന്നുള്ളത് ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ വന്നിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ലാ ഫാഅത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്. അള്ളാഹിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരാൾക്ക് പോലും എന്തില്ല, അനുസരണ ഇല്ല എന്നുള്ളതാണ്. അത് സാന്ദർഭികമായി ഇപ്പൊ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തുന്നുള്ളതാണ്. നമ്മൾ ആരോട് പെരുമാറുമ്പോൾ നമ്മളുടെ ഹക്കിന്റെ വിഷയത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിച്ചാൽ നമുക്ക് കൂലിയുണ്ട് അല്ലെ? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഒരാൾ വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂലെ ഞാൻ എന്റെ കുടുംബ ബന്ധം അങ്ങോട്ടേക്ക് പോയി ചേർക്കുമ്പോ ഒക്കെ അയാൾ എന്ത് ചെയ്യാണ്, തിരിച്ചെന്നോട് ഏറ്റവും മോശമായ രൂപത്തിലാണ് പെരുമാറുന്നത്. ഞാൻ എത്ര കണ്ട അയാളടുത്ത് അങ്ങോട്ടേക്ക് പോകുമ്പോ അയാള് എനിക്ക് തരേണ്ട ഹക്കോ അല്ലെങ്കിൽ കാര്യങ്ങളോ ചെയ്യുന്നില്ല. എന്റെ റസൂൽ എന്താ പറഞ്ഞത്, നീ ഈ രൂപത്തിലാണ് പെരുമാറുന്നതെങ്കിൽ അവരെ തീ തീറ്റിക്കുന്നതിന് തുല്യമാണ്, നീ അവരെ തീ തീറ്റിക്കുന്നതിന് തുല്യമാണെന്നാണ് റസൂൽ പറഞ്ഞത്. അപ്പോ ഈ ചോദിച്ച ആൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാം. അപ്പൊ അവർക്ക് വരുന്ന ചിന്ത എന്തായിരിക്കും, യാ റബ്ബേ ഞാന് ഇവൾക്ക് യഥാർത്ഥ രൂപത്തിൽ എന്റെ ഉപജീവനം റിസ്ക് അല്ലെങ്കിൽ കണക്കാക്കിയ ഹക്ക് ഞാൻ കൊടുക്കുന്നില്ല, എന്നിട്ട് പോലും എന്നോടോൾ ഇത്ര നന്നായിട്ടല്ല പെരുമാറുന്നത് എന്നുള്ള ഒരു കുറ്റബോധം അവർക്ക് വരും. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഹക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് അവരോട് ഏറ്റവും മോശമായ രൂപത്തിലെ പെരുമാറേണ്ടത് അല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ എന്താണ്, ജനങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാനാണ്, അവരോട് ഏറ്റവും നല്ല വാക്ക് പറയാനാണ്. മനസ്സിലായില്ല? നമുക്ക് ഹക്ക് ലഭിക്കുന്നില്ല എന്ന് കരുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവരോട് അനീതിയിൽ പെരുമാറാൻ പറ്റില്ല. മറിച്ച് നമ്മൾ ആവർത്തിച്ച് അവരോട് ആവശ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഉന്നയിക്കാം. നിങ്ങൾ തരുന്നതിൽ ഇത്ര കുറവുണ്ട്, അത് ഹക്കീക്കത്തനായിരിക്കണേ, എനിക്ക് നിങ്ങൾ തമ്മിലുള്ള സാഹചര്യങ്ങളോ മറ്റോ എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ തരികയാണ്. അഥവാ നമുക്ക് ലഭിക്കേണ്ടതായ ഹക്കിൽ കുറവ് വരികയാണെങ്കിൽ നമുക്ക് അവരോട് ഉണർത്തിക്കൊണ്ടേയിരിക്കുക, നിങ്ങൾ തരുന്നതിനെ കൊണ്ട് എനിക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അതുകൊണ്ടാകുന്നില്ല, ഇത് മതിയാകുന്നില്ല എന്ന രൂപത്തിൽ അവരോട് ഉണർത്തുക. ഒരു ചൂടാണെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടെന്നാ മതി. എന്നിട്ട് അവർക്ക് നന്മ ആഗ്രഹിക്കുക, അവർക്ക് നല്ല രൂപത്തിൽ പെരുമാറുക. ബാറക്കല്ലാഹു ഫീക്കും. വ്യക്തമല്ലേ? ബാറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം എന്തായിട്ടുണ്ട്, 10:02 ഇനി എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ പറഞ്ഞ എന്തിലിട്ടാ മതി, മെയിലിൽ അയച്ചാൽ മതിയാവും. ആമീൻ വയ്യാക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആളോടൊന്നുകൂടി പറയണേ, ഒരിക്കലും ഫത്വ കൊടുക്കാനുള്ള ആളല്ല, അതിന്റെ യോഗ്യനും അല്ല. വെറും ഈ ശേഷം എന്താണോ ഈ കിതാബിൽ പറയുന്നത് ആ കാര്യം നിങ്ങൾക്ക് തർജ്ജമ ചെയ്തു തരാണ്, ഹദീസിന്റെ അർത്ഥം വെച്ച് തരിക മാത്രമാണ് ചെയ്തത്. അല്ലാണ്ട് ഒരിക്കലും ഞാനൊരു ഫത്വ നൽകുന്ന ആളല്ല, അതിന് യോഗ്യനും അല്ല. അതുകൊണ്ടാണ് നിങ്ങൾ മുജാഹിദ് സലഫികളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതൊക്കെ നിങ്ങൾ അറിവുള്ള ആളുകളിലേക്ക് മടക്കുക. ബാറക്കല്ലാഹു ഫീക്കും. ഈ ചോദ്യം ദർസ് സംബന്ധമായി ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രമാണ് നൽകിയത്. അപ്പോ ക്ഷമിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ. നിങ്ങൾ ഇത്രയും നേരം മെനക്കെട്ട് ഇവിടെ ഇരുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പകരം അവന്റെ ഏറ്റവും വലിയ ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലാ വഅലം. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല തിന്മയും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.